നമസ്കാരം. കൊച്ചി വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 44.4 ലക്ഷം രൂപയുടെ വിദേശ കറൻസി കസ്റ്റംസ് പിടികൂടി. യാത്രക്കാരുടെ ബാഗേജ് പരിശോധനയിലാണ് 2 ലക്ഷം സൗദി റിയാൽ പിടികൂടിയത്. മൂവാറ്റുപുഴ സ്വദേശി ഗീതയാണ് 500 സൗദി റിയാലിന്റെ 400 കറൻസിയുമായി പിടിയിലായത്. വ്യാഴാഴ്ച രാത്രി ദുബായിലേക്ക് പോകാനെത്തിയതായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്ത കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള പണമാണോ ഇതെന്ന സംശയമാണ് നിലവിലുള്ളത്. സമീപകാലത്തായി വിദേശത്ത് നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് ഒഴുകുന്നുണ്ട്. ഇതിന്റെ വിലയായിട്ടാണ് വിദേശ കറൻസി കടത്തുന്നതെന്നാണ് സൂചന. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിലെ ഉദ്യോഗസ്ഥർ ചീഫ് കമ്മീഷണർ എസ്.കെ. റഹ്മാന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിലെത്തിയാണ് ഇവരെ പിടികൂടിയത്. ചെക്ക് ഇൻ ബാഗിൽ അലൂമിനിയം ഫോയിലിൽ ഒളിപ്പിച്ച നിലയിലാണ് കറൻസി കണ്ടെത്തിയത്. ഓരോ പാക്കറ്റിലും 100 സൗദി കറൻസി വീതമാണ് ഉണ്ടായിരുന്നത്. കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ 2-ന് ഇടപ്പള്ളി സ്വദേശി ജയകുമാർ 42 ലക്ഷം രൂപയുടെ അമേരിക്കൻ ഡോളറുമായി പിടിയിലായിരുന്നു. ഇയാളുടെ ചെക്ക് ഇൻ ബാഗിലുണ്ടായിരുന്ന മാസികയുടെ താളുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കറൻസി. 100 അമേരിക്കൻ ഡോളറിന്റെ 500 കറൻസിയുമായിട്ടായിരുന്നു ഇയാൾ പിടിയിലായത്. 41.92 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുകയായിരുന്നു ഇത്. അടുത്തിടെ മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിലേക്ക് കടത്തിക്കൊണ്ട് വന്നിരുന്നത് പിടികൂടിയിരുന്നു. അതിനാൽ തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഈ പണക്കടത്തിന് ബന്ധമുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയരുന്നത്.